ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത് വെച്ചതുപോലെ ഇത് അള്ളാന്റെ ഹബീബിന്റെ മാസം, മദീനയുടെ മണിമുത്തിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്ന് പറയുന്ന എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്നല്ല, അതെന്റെ മാസമാ, ഉമ്മത്തിന്റെ മാസമായിട്ട് എണ്ണിയത്. വറമളാനു ശഹ്റു ഉമ്മത്തി, റമളാനാണ് എന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് പറയുന്നത്. ഈ പരിശുദ്ധമായ ശഅബാനിൽ ആരാണ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അള്ളാന്റെ പ്രവാചകർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട സ്വലാത്തുകൾ ചൊല്ലുന്നത്? അവരെ അള്ളാന്റെ പ്രവാചകർക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണമുണ്ടല്ലോ, ഇത് മുത്തുനബിയുടെ മാസമാണ്. ഈ മാസത്തിൽ ഒരാൾ സ്വലാത്തുകൾ ചൊല്ലുകയാണ്. എന്തിനേറെ, നിങ്ങളോട് അത്ഭുതകരമായൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം കൊടുത്തിട്ട് ഒരു കാല് മുഴുവനും പഴുത്തുപോയൊരു പെണ്ണിന്റെ കഥ. കാല് മുഴുവനും പഴുത്തിട്ട് ചലം ഒലിക്കുകയാണ്. ആ പെണ്ണിനോട് ആരോ പറഞ്ഞു, പെണ്ണെ അടുത്തൊരു മാസം വരാനുണ്ട്, അതാ ശഹ്റു ശഅബാൻ, പരിശുദ്ധമായ ശഅബാനാണ്, അത് റസൂലുള്ളാഹിന്റെ മാസമാണ്. ആ പവിത്രമായ മാസത്തിൽ നീ എവിടുന്ന് നല്ലതുപോലെ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നീ എവിടുന്ന് ദുആ, ഏറ്റവും നല്ല മനസ്സോടെ ദുആ ചെയ്താൽ അള്ളാഹു നിന്റെ സങ്കടം മാറ്റുമെന്നാണ്. അള്ളാഹു ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനില് നല്ലതുപോലെ ദുആ ചെയ്യാൻ പറയുമ്പോ ആ കാലിന്റെ മുട്ടുകാലിന്റെ ഭാഗത്തുനിന്ന് പഴുപ്പ് വരുന്ന പെണ്ണ് നിറഞ്ഞ മനസ്സോട് ദുആ ചെയ്തു, അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, എന്റെ രോഗത്തിന് ശമനം തരണേ അല്ലാ. അല്ലാഹുവേ ഇത് ശഅബാനാ, അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്തു, സന്തോഷത്തോടെ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വന്ന പെണ്ണിന്റെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ കൊടുക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു, അല്ലാഹ് ഈ മാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് ചോദിച്ചപ്പോ അല്ലാഹു എന്നെ കൈയൊഴിഞ്ഞില്ലല്ലോ, അല്ലാഹു എന്നെ ഖായിബാക്കിയില്ലല്ലോ. പരിശുദ്ധമായ ശഅബാനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ പല രോഗങ്ങൾ കൊണ്ട്, പല നൊമ്പരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ. എന്നാൽ എനിക്കും അടിയുറച്ചൊരു വിശ്വാസമുണ്ട്, ശഅബാനിൽ നമ്മൾ എന്ത് ചൊല്ലുന്നോ അത് അല്ലാഹു സ്വീകരിക്കും. കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ടത് മുത്തുനബിയാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചാൽ അല്ലാഹു ഇഷ്ടം വെക്കൂലേ. തങ്ങൾ അങ്ങ് ഇഷ്ടം വെച്ചു കൊടുത്താല് അള്ളാഹു നമ്മളെ ഇഷ്ടം വെക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത് ഇന്നലെ പറഞ്ഞതുപോലെ സൂറത്തുൽ കൗസർ, സൂറത്തുൽ ളുഹാ പാരായണം ചെയ്യുക. അതുമാത്രമല്ല, ശഅബാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇദാ വഖഅത്തിൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ അള്ളാന്റെ റഹ്മത്ത് അവനിക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ കാവൽ ലഭിക്കും, അള്ളാഹുവിന്റെ സന്തോഷം അവനിക്ക് ലഭിക്കുന്നതാണ്. സൂറത്തുൽ വാഖിഅ നമ്മളെല്ലാവരും ഓതിയതും ഓതാൻ ആഗ്രഹിക്കുന്നതൊക്കെയായ ഒരു സൂറത്താണ്. ആ സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ഇദാ
വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർള് റജാ. പടച്ചവനെ, നല്ല മനസ്സോടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വാഖിഅ ഓതി കടന്നു വന്നാൽ അള്ളാഹുവിന്റെ കാവൽ കിട്ടുമെന്ന് പറഞ്ഞു പോയെങ്കിൽ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് നമ്മളെ ഓർത്തുകൊണ്ടവര് കഴിഞ്ഞു പോയവരാണ്. അവര് വേദനയിലൂടെ നടന്നവരാണ്, സങ്കടത്തിലൂടെ നടന്നവരാണ്. ജീവിതത്തിന്റെ താങ്ങും തണലുമായി മാറിയിരുന്ന പല ഉപ്പമാരും ഇന്ന് ഖബർസ്ഥാനില. ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഏതെല്ലാം സങ്കടങ്ങൾ വന്നാലും നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ശരീരത്തിന്റെ ഉടമസ്ഥനായിരുന്നു നമ്മുടെ ഉപ്പ. പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ ഉപ്പാക്ക് പകരം ആരാണ് നമുക്കാവുക? മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവരല്ലേ പ്രിയപ്പെട്ട ഉപ്പ. രോഗങ്ങൾ മാറ്റി വെച്ച് പണിയേറെ ചെയ്തുപ്പ, കണ്ടില്ലേ കൽബിനുള്ളിൽ വേദനയേറുന്നുപ്പ. ആഫിയ തേകിടേണേ, രോഗങ്ങൾ മാറ്റിയിടേണേ, ജീവിത വഴിയിലെന്നും സന്തോഷം നൽകിടേണേ. നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവരാണ്. അവര് മരണപ്പെട്ട ഖബറിലാണോ? അവരെ ഓർക്കാൻ നമ്മൾ മറക്കരുതേ. അവർക്കൊരു ഫാത്തിഹ ഓതാ മറക്കരുത്. വെള്ളിയും വ്യാഴവും ഒക്കെ ഉള്ള ദിവസങ്ങൾ വരുമ്പോ എന്റെ ഉപ്പ ഖബറിലാണ്, എന്റെ ഉമ്മ ഖബറിലാ, ആ ഒരു ചിന്ത ഖൽബിൽ വെച്ചിട്ടൊരു ഫാത്തിഹ ഓതിയാൽ, അതെന്റെ ഉപ്പാക്കെന്ന് പറഞ്ഞങ്ങ് ഹദിയ ചെയ്താൽ അതിനേക്കാൾ സന്തോഷം നമുക്കേതാ ഉള്ളത്? ചുരുങ്ങിയത് വെള്ളിയാഴ്ചയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി, നല്ല നീയത്തോടുകൂടി നിങ്ങൾ അങ്ങനെ ഓതുകയാണെങ്കിൽ വിട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ അവര് നല്ല നീയത്തോടു കൂടിയിട്ട് അവര് വരൂലേ? അവരെ ഒന്ന് ഓർക്കുക. ആ ഓർക്കുമ്പോഴാണ് നമ്മുടെ മക്കള് നമ്മളെ ഓർക്കുക. യാ മൂസാ വഖിർ വാലിദൈക വമൻ വഖറ വാലിദൈ. ഈസാ നബിയോട് യാ മൂസാ യാ ഈസാ, ഈസാ നബിയെ, മാതാവിനും പിതാവിനും സേവനം ചെയ്യണം നബിയെ, അവരെ ബഹുമാനിക്കണം നബിയെ, അവര് വിട പറഞ്ഞു പോയാൽ അവരെ ഓർക്കണം നബിയെ, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം നബിയെ, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം നബിയെ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മാതാവിനും പിതാവിനും ചെയ്യുന്നതെങ്കിൽ നാളെ അതുപോലത്തെ ഒരു മകനെ അള്ളാഹു കൊടുക്കുമെന്ന് നിങ്ങൾ അങ്ങനെ മാതാവിനും പിതാവിനും നിങ്ങൾ സ്നേഹം കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങൾ നിങ്ങൾ ഫാത്തിഹ ഓതി നിങ്ങൾ ദുആ ചെയ്തു നിറഞ്ഞ മനസ്സോടെ വന്നവരാണോ? എന്നാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആ രക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ മാറ്റിവെക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞു പോയത്, യാ മൂസാ, മാതാവിനും പിതാവിനും സേവനം ചെയ്യണേ മൂസാ. മാതാവിനും പിതാവിനും സേവനം ചെയ്യണം. അത് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്ത് കിട്ടുന്ന, ഒരുപാട് ആനുകൂല്യം കിട്ടുന്ന വഴികളാണ്. ഇന്ന് ഈ മജ്‌ലിസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, നിങ്ങൾ നല്ല നീയത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ എന്നോർത്തല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളോടൊപ്പം സംസാരിച്ചിരുന്ന, നമ്മളോട് കഥകൾ പറഞ്ഞിരുന്ന, നമ്മളോട് വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന നമ്മുടെ പലരുടെയും ഉമ്മയും ബാപ്പയും ഖബറിലാണല്ലോ. അതുകൊണ്ട് റബ്ബേ, അവരുടെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. ഒരു ദുആ, അല്ലാഹുവേ, എന്റെ ഉമ്മ ഉപ്പ അതിൽ വിട പറഞ്ഞു പോയ അവരുടെ ഖബർ
കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ. ജീവിച്ചിരിക്കുന്നവർക്ക് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ ഇതിനെ പോലെ മറ്റൊന്നും അവർക്ക് ലഭിക്കാനില്ല. മക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കാനുള്ളത് അതൊക്കെയാണ്. നന്മകളിലൂടെ മക്കൾ നടന്നാൽ അതിന്റെ ഒരു പ്രതിഫലം ആ മക്കളുടെ ഉമ്മയുടെ ഖബറിൽ എത്തുമെന്ന് റസൂലുള്ളാഹ്. നിങ്ങളൊരു നന്മ ചെയ്താൽ, മക്കൾ ഒരു നന്മ ചെയ്താൽ, ആ നന്മകളെ അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. ബാപ്പയുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. നന്മകൾ ചെയ്യുക, നന്മകളുടെ വഴികളിലൂടെ മുന്നോട്ട് വരിക. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത്. എല്ലാവരും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവരും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹ്, ഒരുപാട് സഹോദരങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്നുണ്ട് റബ്ബേ. അവരുടെ വേദനകളെ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണം അല്ലാഹ്, കണ്ണീരുകളെ മാറ്റണേ അല്ലാഹ്, ദുഃഖവും ദുരിതവുമെല്ലാം നീ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങള് 3333 സ്വലാത്തൊക്കെ ചൊല്ലിയവരുണ്ട് റബ്ബേ. എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്.
പടച്ചോനെ മാരകമായ രോഗങ്ങൾ തന്ന് ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലെ അങ്ങനത്തെ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല അല്ലാ, ഞങ്ങളെ വിഷമത്തിലാക്കല്ല അല്ലാ, ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈമാനികമായ ചിന്തയോടുകൂടി കടന്നു പോകുന്നവർ, അല്ലാ ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, സങ്കടത്തിലാക്കല്ല റബ്ബേ, ദുഃഖത്തിലാഴ്ത്തല്ലേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബേ, അല്ലാ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഒരാളോട് പോലും ഒന്നും പറയാൻ കഴിയാതെ സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാ, അവരെ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ റബ്ബേ, അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, കാല് മുറിക്കുന്ന, കൈ മുറിക്കുന്ന, ശരീരങ്ങളെ മുറിച്ചു മാറ്റുന്ന ഒരു രോഗവും തന്നിട്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ പോലത്തെ രോഗത്തെ തൊട്ട് ഞങ്ങളെയെല്ലാം നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, അല്ലാ എന്നും ഞങ്ങളെ പാപത്തിൽ തന്നെ നടത്താതെ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ കണ്ണുമെല്ലാം നീ ശുദ്ധമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ നിറച്ചു തരണേ റബ്ബേ, നിന്നെ പറ്റിയുള്ള ഓർമ്മകൾ നിറച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് റബ്ബേ. പരിശുദ്ധമായ ശഅബാനിൽ എന്ത് ചോദിച്ചാലും നിന്റെ ഹബീബിനോട് വല്ലാത്ത ഇഷ്ടമാണല്ല റബ്ബേ നിനക്ക്. ആ മുത്തിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഈ മജ്ലിസിൽ സംഗമിച്ചവർ, ഒരുമിച്ച് കൂടിയവർ എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ സംഗമിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, ദുആ ചെയ്യാൻ ആരൊക്കെ പറഞ്ഞോ എല്ലാവരുടെ ദുആകളും എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സഫലമായി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീം.